ഹായ് ഫ്രണ്ട്സ്, ക്വസ്റ്റ്യൻ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് LP UP ടീച്ചേഴ്സ് എക്സാം എഴുതുന്ന കൂട്ടുകാർക്കായി പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ പ്രാക്ടീസാണ്. അപ്പോൾ നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ: ഒരു സംഘത്തിലെ അംഗങ്ങൾക്കിടയ്ക്ക് കാണപ്പെടുന്ന സ്വീകരണ പ്രവണതയും തിരസ്കരണ പ്രവണതയും അളക്കുവാൻ ഉപയോഗിക്കുന്ന ദത്തശേഖരണ തന്ത്രം. ഒരു സംഘത്തിലെ അംഗങ്ങൾക്കിടയ്ക്ക് കാണപ്പെടുന്ന സ്വീകരണ പ്രവണതയും തിരസ്കരണ പ്രവണതയും അളക്കുവാൻ ഉപയോഗിക്കുന്ന ദത്തശേഖരണ തന്ത്രം. അതിൻ്റെ ഉത്തരം ബി ആണ്, സമൂഹമിതി. 2. ബ്രാക്കറ്റ് ഓഫ് ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ, അഡീഷൻ, സബ്സ്ട്രാക്ഷൻ ഇവയെ ചുരുക്കി ബോട്ട്മാസ് എന്നറിയപ്പെടുന്നു. ഇങ്ങനെ ആദ്യാക്ഷരങ്ങൾ കൂട്ടിച്ചേർത്ത് കൃത്രിമമായി പദങ്ങൾ നിർമ്മിക്കുന്ന രീതി. ഉത്തരം ബി ആണ്, അക്രോണിംസ്. 3. അധ്യാപകരിൽ നിന്നും ശകാരം ഏറ്റുവാങ്ങുന്ന കുട്ടികൾ സ്കൂളിലെ പല സാധനങ്ങൾ നശിപ്പിക്കുവാൻ ശ്രമിക്കുന്നു. കുട്ടികൾ കാണുന്ന ഈ വൈകാരിക രൂപമാത്രയ്ക്ക് പറയുന്ന പേര്. ഉത്തരം ഡി ആണ്, ആദേശിത കോപം. 4. ക്വസ്റ്റ്യൻ: താഴെ പറയുന്നവയിൽ പഠനശൈലിയുമായി ബന്ധമില്ലാത്തത് ഏത്? ഉത്തരം എ ആണ്, വേഗത്തിൽ പഠിക്കുന്നവർ. 5. രചനാന്തരണ പ്രജനന വ്യാകരണം എന്ന ആശയം മുന്നോട്ട് വച്ച മനഃശാസ്ത്രജ്ഞൻ. രചനാന്തരണ പ്രജനന വ്യാകരണം എന്ന ആശയം മുന്നോട്ട് വച്ച മനഃശാസ്ത്രജ്ഞൻ. ഉത്തരം എ ആണ്, നോം ചോസ്കി. 6. പരിപക്വനവുമായി ബന്ധപ്പെട്ട പ്രവർത്തനം താഴെ പറയുന്നതിൽ ഏതാണ്? അതിൻ്റെ ഉത്തരം സി ആണ്, ഇരിക്കുക. 7. വിദ്യാഭ്യാസ കാലഘട്ടത്തെ 6 വർഷം വീതം നീണ്ടു നിൽക്കുന്ന 4 തരം വിദ്യാലയങ്ങളായി വിഭജിച്ചത്. ഉത്തരം ഡി ആണ്, കൊമേനിയസ്. 8. ചോദ്യം നോക്കാം. ഒരു പെൻസിലിനെ റോക്കറ്റായി സങ്കല്പിച്ച് കളിക്കുന്ന കുട്ടി പിയാഷയുടെ വൈജ്ഞാനിക വികാസഘട്ടങ്ങൾ ഏതിനെ പ്രതിനിധാനം ചെയ്യുന്നു? ഉത്തരം ബി ആണ്, ആശയദാന പൂർവഘട്ടം. 9. ഒരു വിഷയത്തിൻ്റെയോ പ്രവർത്തനത്തിൻ്റെയോ പഠനം മറ്റൊരു വിഷയത്തിൻ്റെയോ പ്രവർത്തനത്തിൻ്റെയോ പഠനത്തിന് പ്രതികൂലമായി ബാധിച്ചാൽ. ഉത്തരം സി ആണ്, ന്യൂന സംക്രമണം. 10. 19ാം നൂറ്റാണ്ട് ശിശുവിൻ്റെ നൂറ്റാണ്ട് എന്ന പേരിൽ അറിയപ്പെടുന്നത് ആരുടെ പ്രവർത്തനങ്ങളെ മുൻനിർത്തിയാണ്? ഉത്തരം എ ആണ്, ഫ്രോബൽ. 11. വൈദിക കാല വിദ്യാഭ്യാസത്തിലെ ഉപനയനം എന്ന ചടങ്ങിനോട് സാദൃശ്യം വഹിക്കുന്ന ബുദ്ധമതത്തിലെ ചടങ്ങ്. വൈദിക കാല വിദ്യാഭ്യാസത്തിലെ ഉപനയനം എന്ന ചടങ്ങിനോട് സാദൃശ്യം വഹിക്കുന്ന ബുദ്ധമതത്തിലെ ചടങ്ങാണ്. ഉത്തരം ബി, പബജ്ജ. 12. താഴെ പറയുന്നവയിൽ പൗലോ ഫ്രെയറുമായി ബന്ധമില്ലാത്തത് ഏത്? ഉത്തരം സി ആണ്, ദി സ്കൂൾ ആൻഡ് സൊസൈറ്റി. 13. പഠനത്തിൽ അന്തർദൃഷ്ടിയാണ് മുഖ്യഘടകമെന്ന സിദ്ധാന്തം അവതരിപ്പിച്ചത്. ഉത്തരം ഡി ആണ്, ഗെസ്റ്റാൾട്ട് മനഃശാസ്ത്രം. 14. വിദ്യാലയത്തിനകത്തും പുറത്തുമുള്ള കുട്ടികളുടെ പെരുമാറ്റ സവിശേഷതകൾ നിരീക്ഷിച്ച് ലഭിക്കുന്ന വസ്തുതകൾ അപ്പോൾ കുറിച്ചിരുന്ന ദത്തശേഖരണ ഉപകരണം. ഉത്തരം എ ആണ്, ഉപാഖ്യാന രേഖ. 15. ബ്രാഹ്മണ കാലഘട്ടത്തിലെ വിദ്യാഭ്യാസത്തിലൂടെ ജീവിതത്തിന് തയ്യാറെടുക്കുന്ന ആദ്യഘട്ടം ഏത്? ഉത്തരം സി, ബ്രഹ്മചര്യം. 16.
16ാമത്തെ ചോദ്യം, കോളറ ഉണ്ടാക്കുന്ന രോഗാണു ഏത് വിഭാഗത്തിൽ പെടുന്നു? ഇതിൻ്റെ ഉത്തരം ബി ആണ്, ബാക്ടീരിയ. 17 ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ കമ്മീഷനായ ഹണ്ടർ കമ്മീഷനെ നിയമിച്ച ഗവർണർ ജനറൽ? ഉത്തരം ഡി, റിപ്പൺ പ്രഭു ആണ്. 1857 കേരള വിദ്യാഭ്യാസ ബിൽ നിയമസഭയിൽ അവതരിപ്പിച്ചത്? ഉത്തരം ബി ആണ്, ജോസഫ് മുണ്ടശ്ശേരി. 19 ശ്രീനാരായണ ഗുരുവിന്റെ സമാധി സ്ഥലം സ്ഥിതി ചെയ്യുന്നത് എവിടെ? അതിൻ്റെ ഉത്തരം ബി ആണ്, ശിവഗിരി. 20 സഹവർത്തിത പഠനവുമായി ബന്ധമില്ലാത്ത പ്രസ്താവന ഏത്? ഉത്തരം എ ആണ്, വിവരങ്ങൾ സ്വീകരിക്കാൻ മാത്രം കഴിവുള്ളവനായി പഠിതാവിനെ കാണുന്നു. 21 പൊതിച്ചോർ എന്ന ചെറുകഥയുടെ കർത്താവ്? ഉത്തരം എ ആണ്, കാരൂർ. 22 സത്യാർത്ഥ പ്രകാശം എന്ന കൃതി ബന്ധപ്പെട്ടിരിക്കുന്നത്? എൻ്റെ ഉത്തരം ഡി ആണ്, ആര്യസമാജം. 23 ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പിലാക്കിയത് ഏത് കമ്മീഷൻ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ്? ഉത്തരം എ ആണ്, കോത്താരി കമ്മീഷൻ. 24 അധ്യാപകന്റെ വ്യക്തിത്വം പഠിതാക്കളുടെ വ്യക്തിത്വത്തിലേക്ക് പകരുകയും തുടർച്ചയായ പരസ്പര സമ്പർക്കം വഴി അബോധമായി തന്നെ അറിവും ആശയങ്ങളും ലയിച്ചു ചേരുന്ന പ്രക്രിയയ്ക്ക് മനഃശാസ്ത്രത്തിൽ പറയുന്ന പേര്? ഉത്തരം ഡി ആണ്, മാനസിക വ്യതിവ്യാപനം. 25 പിയാഷയുടെ ഇന്ദ്രിയ ചാലക കാലഘട്ടത്തിൽ സമാനമായിട്ടുള്ള ബ്രൂണറുടെ ഘട്ടം? പിയാഷയുടെ ഇന്ദ്രിയ ചാലക ഘട്ടത്തിന് സമാനമായിട്ടുള്ള ബ്രൂണറുടെ ഘട്ടം? എൻ്റെ ഉത്തരം സി ആണ്, പ്രവർത്തനഘട്ടം. 26 മാനസിക അപഗ്രഥന സിദ്ധാന്തം ആവിഷ്കരിച്ചതാരെ? ഉത്തരം എ, ഫ്രോയിഡ്. 27 പഠനവുമായി ബന്ധപ്പെട്ട പാവ്ലോവിന്റെ സിദ്ധാന്തം? ഉത്തരം ബി ആണ്, ക്ലാസിക്കൽ അനുബന്ധം. 28 വൈജ്ഞാനിക ഭൂപടം എന്ന ആശയം അവതരിപ്പിച്ച മനഃശാസ്ത്രജ്ഞന്മാരെ? ഉത്തരം ഡി ആണ്, ടോൾമാൻ. 29 ഇന്ത്യൻ വിദ്യാഭ്യാസ നൂറ്റാണ്ടുകളിലൂടെ എന്ന കൃതിയുടെ കർത്താവ്? ഉത്തരം സി ആണ്, പ്രൊഫസർ തായാട്ട് ശങ്കരൻ. 30 രാമകൃഷ്ണ മിഷൻ എന്ന സംഘടനയുടെ സ്ഥാപകനാര്? ഉത്തരം എ ആണ്, സ്വാമി വിവേകാനന്ദൻ. 31 മുൻകൂട്ടി നിശ്ചയിച്ച ബോധനോദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ നടത്തുന്ന മൂല്യനിർണ്ണയം? ഉത്തരം സി ആണ്, ഉദ്ദേശ്യാധിഷ്ഠിത മൂല്യനിർണ്ണയം. 32 അധ്യാപകൻ ഒരു കുട്ടിയെ സമഗ്രമായി പഠിക്കുന്നതിന് ഏറ്റവും വിശ്വാസ്യമായ മൂല്യനിർണ്ണയ ഉപാധിയത്? ഉത്തരം ഡി ആണ്, വ്യക്തി പഠനം. 33 ഒരു നല്ല ശോധകത്തിന്റെ സവിശേഷതകൾ ഉൾപ്പെടാത്തത്? ഉത്തരം ബി ആണ്, വ്യക്തിപരത. നോക്കാം. കൊച്ചുകുട്ടികൾ ദേഷ്യം വരുമ്പോൾ ശരീരം മുഴുവൻ ഇളക്കി ബഹളം വയ്ക്കുന്നു, ഇത് വ്യക്തമാക്കുന്നത്? എൻ്റെ ഉത്തരം സി ആണ്, വികാസഗതി സാമാന്യ പ്രതികരണങ്ങളിൽ നിന്ന് വിശേഷ പ്രതികരണങ്ങളിലേക്ക് എന്ന ക്രമത്തിൽ? വികാസഗതി സാമാന്യ പ്രതികരണങ്ങളിൽ നിന്ന് വിശേഷ പ്രതികരണങ്ങൾക്ക് എന്ന ക്രമത്തിൽ. 35 സർഗശേഷി അളന്ന് നിർണ്ണയിക്കുവാൻ സഹായകമായ മാനസിക കൃതശോധകമാണ്? ഉത്തരം എ ആണ്, ടോറൻസ് ടെസ്റ്റ് ഓഫ് ക്രിയേറ്റീവ് തിങ്കിങ്.
36 പഠനത്തിലൂടെ ഒരു കുട്ടി നേടുന്ന വികസനം സമീപസ്ഥ വികസന മണ്ഡലത്തിന്റെ പരിധിക്കുള്ളിലായിരിക്കുമെന്ന് സമർത്ഥിച്ചതായി. പഠനത്തിലൂടെ ഒരു കുട്ടി നേടുന്ന വികസനം സമീപസ്ഥ വികസന മണ്ഡലത്തിന്റെ പരിധിക്കുള്ളിലായിരിക്കുമെന്ന് സമർത്ഥിച്ചതാരെ? സിയാണ് വൈഗഡോസ്കി. 37 കുട്ടി നേടിയ അറിവിനോട് പുതിയ അറിവുകൾ ഒന്നിനോടൊന്ന് കൂട്ടിച്ചേർത്ത് അറിവിന്റെ വിശാലമായ ലോകത്തേക്ക് കുട്ടിയെ നയിക്കുന്ന രീതി. ബിയാണ് ചാക്രികാരോഹണം. 38 ഓരോ വിഷയത്തിനും പഠിതാവ് നേടിയ സ്കോറിനെ ഗ്രേഡാക്കി മാറ്റുന്ന ഗ്രേഡിംഗ് രീതി. ഉത്തരമാണ് അബ്സല്യൂട്ട് ഗ്രേഡിംഗ്. 39 താൽപര്യങ്ങളിൽ ടൈം ടേബിളിന്റെ നിർമ്മിതിയുമായി ബന്ധമില്ലാത്തതേത്? ഉത്തരം സിയാണ് ആപേക്ഷിക സിദ്ധാന്തം. 40 വിഭവങ്ങൾ പരസ്പരം പങ്കുവയ്ക്കാൻ കഴിയുമാറ് സമീപ സ്ഥലങ്ങളിലെ 8-10 വിദ്യാലയങ്ങൾ ഒറ്റ ക്ലസ്റ്ററായി സ്ഥാപിക്കുന്ന സമ്പ്രദായം. ഉത്തരം സിയാണ് സ്കൂൾ കോംപ്ലക്സ്. 41 താൽപര്യങ്ങളിൽ ഹൈപ്പോ കൈനറ്റിക് രോഗി പെടാത്തത്? ഉത്തരം ഡിയാണ് ക്ഷയം. 42 ശരീരത്തിന് അർത്ഥവൃത്താകൃതി നൽകുമാറ് നട്ടലിനെ വളയ്ക്കുന്ന നിലയിലുള്ള ആസനം. ഉത്തരം എയാണ് ചക്രാസനം. 43 ഗാന്ധിജി വിഭാവനം ചെയ്ത അടിസ്ഥാന വിദ്യാഭ്യാസത്തിന്റെ ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു പദ്ധതി. ഉത്തരം ഡിയാണ് കമ്മ്യൂണിറ്റി സ്കൂൾ. 44 താൽപര്യങ്ങൾ കായികക്ഷമതയുടെ ഘടകങ്ങളിൽ പെടാത്തത്? ഉത്തരം ഡിയാണ് മറവി. 45 അസ്ഥികൾക്ക് ബലഹീനത ഉണ്ടാകും അവ ഒടിയാനുള്ള സാധ്യത ഏറുകയും ചെയ്യുന്ന ഒരു രോഗമേത്? ഉത്തരമാണ് ഓസ്റ്റിയോപൊറോസിസ്. 46 വിദ്യാഭ്യാസ ലക്ഷ്യം കൈവരിക്കാനായി വിദ്യാലയങ്ങൾ പ്രയോജനപ്പെടുത്തുന്ന എല്ലാ അനുഭവങ്ങളും ഉൾപ്പെടുന്നതാണ് പാഠ്യപദ്ധതി. ഇങ്ങനെ അഭിപ്രായപ്പെട്ടവരെ? ഉത്തരം ബിയാണ് മൺട്രോ. 47 ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് പദ്ധതി. ഉത്തരം ബിയാണ് പ്രാഥമിക വിദ്യാഭ്യാസം. 48 കുട്ടികൾക്കാണ് അക്രമാകൃത വ്യവഹാരങ്ങളുടെ വിനിമയം വിശദീകരിക്കുന്നതിന് ആൽബർട്ട് ബെന്തൂര നടത്തിയ പരീക്ഷണം. ഉത്തരം എയാണ് ബോബോഡോൾ പരീക്ഷണം. 49 അധ്യാപകന് വേണ്ടി അധ്യാപകൻ തന്നെ നടത്തുന്ന അധ്യാപകന്റെ ഗവേഷണ പ്രവർത്തനം. ഉത്തരം ഡിയാണ് ക്രിയാഗവേഷണം. 50 ബുദ്ധിയുടെ പൊതു സ്വഭാവത്തെ ഫ്ലൂയിഡ് ഇന്റലിജൻസ്, ക്രിസ്റ്റൽ ഇന്റലിജൻസ് എന്നിങ്ങനെ 2 ഘടകങ്ങളായി അവതരിപ്പിച്ചത്. ഉത്തരമാണ് കാറ്റൽ. 51 ചോദ്യം. കാഴ്ചയ്ക്ക് സാദൃശ്യമായവയെ ഒരു കൂട്ടമായി കാണുവാനുള്ള പ്രവണത നമുക്കുണ്ട്. ഗസ്റ്റാൾട്ട് മനഃശാസ്ത്രവുമായി ബന്ധപ്പെട്ട ഈ നിയമം. കാഴ്ചയ്ക്ക് സാദൃശ്യമായവയെ ഒരു കൂട്ടമായി കാണുവാനുള്ള പ്രവണത നമുക്കുണ്ട്. ഗസ്റ്റാൾട്ട് മനഃശാസ്ത്രവുമായി ബന്ധപ്പെട്ട ഈ നിയമം ഏത്? ഉത്തരം ചെയ്യുന്ന സാദൃശ്യ നിയമം. 52 കുതിരയെ വെള്ളത്തിൻ്റെ അടുത്തേക്ക് നയിക്കാമെന്നല്ലാതെ വെള്ളം കുടിപ്പിക്കാനാവില്ല എന്ന ചൊല്ലിൽ അന്തർഭവിച്ചിരിക്കുന്ന പഠനവുമായി ബന്ധപ്പെട്ട ഘടകം. 72 പഠന സന്നദ്ധത. 53 എല്ലാ സ്ത്രീകളുടെയും അബോധ മനസ്സിൽ പുരുഷത്വം ഉണ്ടെന്ന് യുങ് സിദ്ധാന്തിച്ചു. ഇതിനെ അദ്ദേഹം വിളിച്ചത്? ഉത്തരം അനിമസ്. 1914 നെയ്യാറ്റിൻകരയിലെ ഒരു സർക്കാർ സ്കൂളിൽ അയ്യങ്കാളി ചേർക്കാനായി കൊണ്ടുവന്ന പുലിയക്കുട്ടിയെ ഹെഡ് മാസ്റ്റർ ചേർത്തില്ല. തുടർന്നുണ്ടായ കലാപത്തെ അറിയപ്പെടുന്നത്?
3 90-ാം ആണ്ട് ലഹള. 55 NCF-ന്റെ പൂർണ്ണരൂപമേത്? ആണ് നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്ക്. നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്ക്. 56 കേന്ദ്ര ഗവൺമെന്റിൽ വിദ്യാഭ്യാസ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന വകുപ്പ് ഏത്? ഉത്തരം എ മാനവശേഷി വികസന വകുപ്പ്. മാനവശേഷി വികസന വകുപ്പ്. 57 കേരളത്തിലെ CRTയുടെ ആസ്ഥാനമുണ്ട്. ആണ് തിരുവനന്തപുരം. 58 ബെഞ്ചമിൻ എസ് ബ്ലൂമിന്റെ ബോധനോദ്ദേശങ്ങളുടെ വർഗീകരണത്തിൽ വൈജ്ഞാനിക മേഖലയിൽ ഉൾപ്പെടാത്ത ഉദ്ദേശ്യം? താല്പര്യം. 67 മനുഷ്യൻ സ്വതന്ത്രനായാണ് ജനിക്കുന്നത്, പക്ഷെ അവൻ എവിടെയും ചങ്ങലയാൽ ബന്ധിതനാണ്. ഈ അഭിപ്രായം ആരുടേത്? ക്വസ്റ്റ്യൻ പേപ്പറിൽ കുറച്ച് പേജ് മിസ്സിംഗ് ആണ്. അപ്പം ഇതിൻ്റെ ഉത്തരം വരുന്നത് സി ആണ്, റൂസോ. 68 ഒരു കടലാസിൽ മഷി ഒഴിച്ച് കടലാസ് മധ്യത്തിൽ വെച്ച് മടക്കുമ്പോൾ രൂപം കൊള്ളുന്ന അവ്യക്ത രൂപങ്ങളുടെ വിശദീകരണത്തിലൂടെ വ്യക്തിയെ നിർണ്ണയിക്കുന്ന പരീക്ഷ? ഉത്തരം സി ആണ്, റോഷ്വ മഷിയൊപ്പ് പരീക്ഷ. 69 മനുഷ്യന്റെ പ്രേരണകളിൽ ഏറ്റവും മുകളിൽ നിൽക്കുന്നത് ആത്മസാക്ഷാത്കാരാവശ്യങ്ങളാണെന്ന് അഭിപ്രായപ്പെട്ടവൻ? ഉത്തരം ഡി ആണ്, അബ്രഹാം മാസ്ലോ. 70 ഓരോ സബ് ജില്ലയിലും അധ്യാപകർക്ക് ആവശ്യമായ പരിശീലനവും തത്സമയ പിന്തുണയും കൊടുക്കുന്നതിന് വേണ്ടിയുള്ള പിന്തുണാ സംവിധാനമാണ്? ഉത്തരം ഡി, BRC. 71 പഠന ചുമതല വ്യത്യസ്ത ഭാഗങ്ങളിലാക്കി ഗ്രൂപ്പുകൾക്ക് നൽകുകയും ഓരോ ഗ്രൂപ്പും പഠന ചുമതല പൂർത്തീകരിച്ച് കണ്ടെത്തലുകൾ അവതരിപ്പിക്കുകയും ചെയ്യുന്ന ഈ പഠന രീതി? ഉത്തരം എ, സഹവർത്തിത പഠനം. 72 ബുദ്ധിമാനം IQ 110 മുതൽ 119 ഇടയിലുള്ളവർ ടെർമാന്റെ അഭിപ്രായത്തിൽ ഏത് വിഭാഗത്തിൽപ്പെടുന്നു? ഡി ആണ്, ബുദ്ധിമാൻ. 73 വിദ്യാഭ്യാസ മനഃശാസ്ത്രത്തിലെ വിചാരമാതൃകയുടെ ഘടനാവാദത്തിന്റെ പ്രയോക്താവ്? ഉത്തരം ബി, വില്യം വോണ്ട്. 74 ഏതെങ്കിലും ഒരു പ്രവൃത്തി കാര്യക്ഷമമായി ചെയ്യാൻ വ്യക്തിയെ സഹായിക്കുന്ന ഉന്നത നിലവാരമുള്ള ശേഷി? സി ആണ്, നൈപുണി. 75 മറ്റുള്ള ഭാഷകൾ കേവലം മർത്തിന് പറ്റുന്നവൻ ഭാഷ താൻ പ്രസ്തുത വരികൾ അവരുടേതാണ്? ഉത്തരം എ ആണ്, വള്ളത്തോൾ. 84 ഇമ്മ്യൂണോളജിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത്? ആണ്, എഡ്വേർഡ് ജെന്നർ. 85 സർക്കസിലെ കരിമ്പുലി ആദ്യം ഇലക്ട്രിക് ഷോക്ക് കൊടുക്കുകയും ഒപ്പം ചാട്ടവാറടി ശബ്ദം കേൾപ്പിക്കുകയും ചെയ്യുന്നു. ക്രമേണ ചാട്ടവാറടി ശബ്ദം കേൾക്കുമ്പോൾ തന്നെ കരിമ്പുലി ചാടുന്നു. ഇവിടെ വ്യക്തമാകുന്ന മനഃശാസ്ത്ര സിദ്ധാന്തം? ആണ്, അനുബന്ധ സിദ്ധാന്തം. 86 സാഴ്സ് രോഗം ബാധിക്കുന്നത്? സി, ശ്വസന വ്യവസ്ഥ. 87 ഇന്ത്യൻ വിദ്യാഭ്യാസത്തിന്റെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നത്? ഡി, വുഡ് ഡെസ്പാച്ച്. 88 ആകൃതി രൂപം വ്യത്യാസപ്പെടുമ്പോൾ അളവിൽ മാറ്റം സംഭവിക്കില്ലെന്ന തിരിച്ചറിവാണ്? ബി, കൺസർവേഷൻ. 89 അസ്കോർബിക് ആസിഡ് എന്നറിയപ്പെടുന്ന ജൈവമാണ്? ബി, വൈറ്റമിൻ സി. 90 സർവരും പഠിക്കുക സർവരും വളരുക എന്ന മുദ്രാവാക്യം ബന്ധപ്പെട്ടിരിക്കുന്നത്? ആണ്, SSA. ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഇത് PSCയുടെ ഫൈനൽ ആൻസർ ആണ്.
അപ്പോൾ കൂട്ടുകാരൊക്കെ നോക്കാം. നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. ഓക്കെ, താങ്ക് യു.